കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഐസ്ക്രീം വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഹണി, നീ എന്താ ചെയ്യുന്നേ? നിക്ക് ഹണി, അതെല്ലാവരുടെയും ഐസ്ക്രീം അല്ലേ? ഈ ഐസ്ക്രീം എല്ലാവർക്കും കൂടെ വീതം വെച്ചാ ആർക്കും ഒന്ന് തൊട്ട് നോക്കാൻ പോലും കിട്ടില്ല. നിൽക്ക്, ഐസ്ക്രീം അലിഞ്ഞു പോകും. എനി ഡൗട്ട്? അതൊന്നും കുഴപ്പമില്ല, ഞാൻ മിൽക്ക് ഷേക്ക് പോലെ അങ്ങ് കുടിച്ചോളാം. ഇല്ല, എന്റെ ഐസ്ക്രീം കൈവിട്ടു പോവാൻ ഞാൻ അനുവദിക്കില്ല. ചേടാ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്റെ മോള് ചെണ്ണ മുഴുവൻ നിങ്ങൾ താഴെ കളഞ്ഞല്ലോ. എന്റെ അമ്മ സത്യം പറയാണ്, ആ പൂച്ചകളെ ഞാൻ ഐസ്ക്രീം തീറ്റയ്ക്കില്ല. എടോ ഹണി, നീ കാരണം ഐസ്ക്രീം എല്ലാം അലിഞ്ഞു പോയി. അതൊന്നും സാരില്ലെന്നേ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരാം. ശരിക്കും. എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. നിങ്ങളെ ഈ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷെ ഞങ്ങൾക്ക് ആക്രോബാറ്റിക് അറിയില്ലല്ലോ. കോമ്പറ്റീഷനിൽ ഇതാ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ ചെയ്തത്. അങ്ങനെയാണോ? കോമ്പറ്റീഷനിൽ ഐസ്ക്രീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യണോ അല്ലേ? ആക്രോബാറ്റിക്സ് ചെയ്യണം. ആലോചിക്കേ, 7 ദിവസം കഴിഞ്ഞാ കോമ്പറ്റീഷൻ. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഐസ്ക്രീം കിട്ടും. മിടുക്കൻ കുട്ടികൾ. എന്നാൽ പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ എൻട്രി ഫീസ് അടച്ചിട്ട് വരാം. ഓക്കേ, ഡൺ ടു ഡൺ. നിന്റെ ഫാമിലിയിൽ ആരെങ്കിലും ആക്രോബാറ്റിക്സ് ചെയ്തിട്ടുണ്ടോ? അതെ, അതിനെ കുറിച്ച് കുറെ വീഡിയോസ് ഉണ്ട്. 7 ദിവസം കൊണ്ട് പഠിക്കാം. എനി ഡൗട്ട്? ഇത് ശരിയാണ്. വീഡിയോ കണ്ടില്ലേ? വാ, സ്റ്റാർട്ട് ചെയ്യാം. എല്ലാരും സമസോൾട്ട് അടിച്ച് ഓരോരുത്തരുടെ മേലെ കയറി നിൽക്കാം. ഞാൻ തുടങ്ങി വെക്കാം. ഇവനെ തറയിൽ ഇളക്കി വിട്. ഒരു പക്ഷെ പോപ്പറ്റ് മരമായി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അവനെ നിയന്ത്രിക്കും? ഞാൻ സത്യം ചെയ്ത് പറയാണ്, ഞാൻ പുറത്ത് വന്ന ഹാനിയെ ഞാൻ കൊന്നുകളയും. ഹണി, പോപ്പറ്റ് എല്ലാവരുടെയും മുകളിൽ ഇരിക്കട്ടെ. ഓക്കെ, റെഡിയാണോ സർദാർ? ബണി വാ. ഹണി വാ. ആരുടെ വീട്ടിലെയോ ക്യാരറ്റ് ഹൽവ ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് തുടങ്ങിയിട്ട് പോലുമില്ല, അപ്പോഴേക്ക് റെസ്റ്റ് എടുക്കാം. എഴുന്നേക്ക്, വേഗം എഴുന്നേക്കണോ. അതെ, നിന്റെ മൂക്കൊന്ന് കൺട്രോൾ ആയി തീറ്റ കൊണ്ടാരേ. അതെ, ഭക്ഷണപ്രിയമാർ, നാക്കൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാ. അതെ, മൂക്ക് കൊണ്ട് മണപ്പിച്ചില്ലെങ്കിൽ കാര്യം നാക്ക് വരെ എത്തില്ലല്ലോ. എനി ഡൗട്ട്? ഹണി, നീ റൗണ്ട് ആയിട്ട് ചുറ്റി പ്രാക്ടീസ് ചെയ്യ. ഓക്കേ.
എന്റെ അമ്മച്ചി, ആരാണ് എന്റെ വെള്ളി ഇങ്ങനെ വീണത്? എന്റെ ചായ മൊത്തം താഴെ പോയി. അതുകൊണ്ട് ഞാനേ ഒച്ച വെക്കൂ. അമ്മേ, കന്ന സാർ, മുറിവൊന്നും ഇല്ലല്ലോ. അയ്യോ അല്ലല്ല, ഹണി ഇടി പോലെ വന്നെന്റെ തലയിൽ വീണപ്പോ ഞാനൊരു ഇല പോലെ താഴെ വീണു. എങ്ങനെ മുറിവ് പറ്റാനാ? അയ്യോ സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾ എന്തിനാ റോക്കറ്റിനെ പോലെ പറന്നോണ്ടിരിക്കുന്നേ? ഞങ്ങൾ ആക്രോബാറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാ. എന്തിന്? കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ ഐസ്ക്രീം കിട്ടും. ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ആക്രോബാറ്റിക്സ് കോമ്പറ്റീഷൻ ജയിക്കണം. പിന്നെ ഞങ്ങൾ ഇന്റർനാഷണൽ ആക്രോബാറ്റിക്സ് ജയിക്കും. പിന്നെ ഞങ്ങൾ സ്റ്റാർസ് ആകും. ഞങ്ങളുടെ പേര് ലോകം മുഴുവൻ ഫേമസ് ആകും. മനുഷ്യന്മാര് വിചാരിക്കുന്ന ഒന്നും സാധിക്കില്ല. എന്തിനു വേണ്ടി ശ്രമിക്കുന്നുവോ അതേ സാധിക്കൂ. എങ്ങനെയെന്ന് വെച്ചാ പക്കോട ചെയ്യാൻ അതിനെ എണ്ണയിലിട്ടാകണം. എനി ഡൗട്ട്? വാ പോവാം. പണിയെടുക്കുന്നവരുടെ കൂടെയേ ഈ ലോകം ഉണ്ടാവൂ. ആരുടെ ദേഹത്താണോ ചായ വീണത് അവര് എന്തായാലും കുളിക്കണം. ക്ലാപ്സ് പ്ലീസ്. എല്ലാം നല്ല രീതിയിൽ പോകുന്നില്ലേ? അതെ മേഡം, ഞങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കുന്നു. മിടുക്കന്മാർ. എന്റെ പിള്ളേരല്ലെങ്കിൽ നല്ലവരാ. ഇതാ ഐസ്ക്രീം കഴിക്കൂ. അല്ല, എന്തിനാ കള്ളം പറഞ്ഞത്? മേഡത്തിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ. മേഡത്തിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കോമ്പറ്റീഷനിലും ജയിക്കണം. ഐസ്ക്രീം കഴിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങ്. 2 ദിവസം കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഉള്ളതാ. ആ, ഇത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. വിട്ടേക്കാം. മത്സരിച്ച് തോക്കുന്നവർക്ക് ബഹുമാനം ഉണ്ടാകും. കട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും മാമ്പഴം നല്ലതാണോ ചീത്തയാണോ എന്ന്? ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ട് എയറോബിക്സ് വരില്ല. നമ്മള് ട്രൈ ചെയ്താ കിട്ടുമല്ലോ. നീ പറഞ്ഞത് ശരിയാണ് അനിയ. പക്ഷെ എന്റെ കാലെന്താ ഇങ്ങനെ വരയ്ക്കുന്നത്? എടോ ബന്നി, ഇവർ എന്റെ കോൺഫിഡൻസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം ചെയ്ത് പറയാണ്, മേഡത്തിനെ അപമാനിച്ചതുപോലെ ആയി പോകും. അങ്ങനെ ഒന്നും നടക്കത്തില്ല. നമ്മൾ തീർച്ചയായും ജയിക്കും. എന്നിട്ട് മാഡത്തിന് വളരെ സന്തോഷമാകും. കോളനി തന്നെ നമ്മൾ ആഘോഷിക്കും. എല്ലാവർക്കും ഹാപ്പിയും ആവും. ഇതൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ തോറ്റാ മേഡത്തിന് സങ്കടം വരും. കോളനിക്കാരൊക്കെ ചിരിക്കും. പിന്നെ ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. തണ്ണിമത്തിന്റെ അടുത്ത് വെച്ചല്ലേ തണ്ണിമത്തിന് നിറം മാറൂ. പക്ഷെ പട്ടിയെ കണ്ട പാരറ്റിന്റെ നിറവ് മാറും. ഇപ്പൊ എനക്കും പേടിയാകണോ? എല്ലാരും വാ, അടുത്ത പെർഫോമൻസ് നമ്മുടെതാ. എന്നാ നമുക്ക് ഓടിപ്പോവാം. ജോർദാർ, ഐസ്ക്രീം കഴിക്കുന്നോ? നല്ല കാര്യങ്ങൾ താമസിപ്പിക്കാൻ പാടില്ല. പിന്നെ അടുത്ത പെർഫോമർ ജോർദാർ, ഇതാ ഐസ്ക്രീം കഴിക്കേ. വരൂ.
ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ ഒരെണ്ണത്തിനെ കണ്ടിട്ടില്ല അല്ലേ സുഹൃത്തുക്കളെ? ഇപ്പൊ എല്ലാവരും തയ്യാറായിക്കോളൂ. എത്രയും വേഗം നമ്മുടെ മുൻപിൽ ആക്രോബാറ്റിക്സിന്റെ വിന്നേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും. വാവ്, ഇതാ റിസൾട്ട് എത്തിയിരിക്കുന്നു. മൂന്നാമത്തെ സ്ഥലം നേടിയിരിക്കുന്നു ദ ബോൺ ബ്രേക്കേഴ്സ്. സെക്കൻഡ് നമ്പറിൽ എത്തിയിരിക്കുന്നത് ദ ട്വിസ്റ്റേഴ്സ്. And the winners are the Cholas. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ കോമ്പറ്റീഷനിൽ ഐസ്ക്രീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്ന്. നമ്മൾ ഫൈറ്റ് ചെയ്തു, അവസാനം ജയിച്ചു.